ഇന്ന് ഒരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോണത്. ഇങ്ങനെ ഉണ്ടാവും. ആദ്യം കുറച്ച് പൊട്ടാറ്റോ സ്ക്വയറായിട്ട് നുറുക്കിയിട്ട് കഴുകി വെക്കുക. ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവണ്ട, ഒരു 50% വെന്താൽ മതി. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ കാശ്മീരി മുളക് പൊടി, കറിവേപ്പില, കുരുമുളക്, ജീരകം ഒക്കെ എടുത്തിട്ട് അതൊന്ന് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടാറ്റോ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടാകുമ്പോഴേക്കും അത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് പകുതി വെന്താൽ മതി പറയുന്നത്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് മാറ്റി വെച്ച ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനാവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ മസാലകളും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലകളൊന്ന് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് തിളക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഊറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതോടുകൂടി ഈ മസാലയൊക്കെ വറ്റി വരണം. അതാ ഒരുവിധം ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.